എന്താ മോളെ, അത്താഴം കഴിച്ചില്ലേ? ഇല്ല വല്യച്ഛ, എനിക്ക് കയ്യെത്തില്ല. മാത്രമല്ല ചോറങ്ങാനും താഴെ പോയാൽ ഇളയമ്മ വാരിക്കുത്തും. എനിക്ക് വയ്യ തല്ലുകൊള്ളാൻ. അപ്പനും അമ്മയ്ക്കമ്മയും തന്നെ വേണം. പകരക്കാരൊരിക്കലും തുല്യരാവില്ല. ആ മോള് വാ, വെല്ലിച്ചം വിളമ്പിത്തരാം. നല്ല കർഷകരായിരുന്നു നിന്റെ അച്ഛനും അമ്മയും. അന്ന് കൃഷിഭൂമി മണ്ണിട്ടു നികത്തി ഫ്ലാറ്റ് പണിയുവാൻ തീരുമാനിച്ചപ്പോൾ അതിനെതിരെ സമരത്തിനിറങ്ങിയതാ നിന്റെ അച്ഛനും അമ്മയും. കർഷകരുടെ നേതാക്കളായിരുന്നു അവർ. കളക്ടറേറ്റ് പഠിക്കലും സെക്രട്ടേറിയറ്റ് പഠിക്കലും ഒക്കെ നിരാഹാരം കിടന്നു. അധികാരികൾ തിരിഞ്ഞുപോലും നോക്കിയില്ല. സ്വന്തം ജീവൻ കളഞ്ഞിട്ടായാലും ബാക്കിയുള്ള കർഷകർക്ക് നീതി ലഭിക്കും എന്ന വിശ്വാസത്തിൽ ദേഹത്ത് മണ്ണെണ്ണയൊഴിച്ച് തീ കൊളുത്തി നിന്റെ അച്ഛനും അമ്മയും. ഓ വല്യച്ഛ, ഒന്ന് നിർത്ത്. ഇത് എത്ര തവണ പറഞ്ഞിരിക്കുന്നു. സങ്കടം കൊണ്ട് പറഞ്ഞു പോയതാ മോളെ. രണ്ടു ജീവൻ കരിഞ്ഞ് ചാമ്പലായതല്ലാതെ നീതി കിട്ടിയോ? എവിടുന്ന്? എന്നിട്ട് കൂടെ നിന്ന കർഷകർ മുതലാളിമാരുടെ കയ്യിൽ നിന്നും നക്കാപ്പിച്ച പണം വാങ്ങി അവരുടെ കൂടെ കൂടി. അതുകൊണ്ടിപ്പോ എന്താ പറ്റിയേ? ഇന്നീ ഉയർന്നു നിൽക്കുന്ന ഓരോ കെട്ടിടങ്ങളും കൃഷിഭൂമി നികത്തി പണിതതാ. തിന്മ ജയിച്ചു, നന്മ പരാജയപ്പെട്ടു. എനിക്കെന്റെ മക്കളെയും നഷ്ടപ്പെട്ടു. മതി വല്യച്ഛ, നിർത്ത്. ആ പോട്ടെ മോളെ, മോള് കഴുകിയിട്ട് വാ. നേരെ ഒരുപാടായി. നാളെ സ്കൂളിൽ പോകേണ്ടതല്ലേ? ശരി വല്യച്ഛ. മതി വല്യച്ഛ, വന്ന് കിടക്ക്. എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. എന്താ മോളെ? വല്യച്ഛനല്ലേ അച്ഛന്റെ അമ്മയുടെയും കാര്യം പറഞ്ഞ് സങ്കടപ്പെടുത്തിയത്? സാരമില്ല മോളെ, വല്യച്ഛൻ ഒരു കഥ പറഞ്ഞു തരാം. ഹായ്, കഥ? വല്യച്ഛൻ പറഞ്ഞു തരാനുള്ള മാതൃമരത്തിന്റെ കഥ പറഞ്ഞു തന്നാ മതി. അങ്ങ് ദൂരെ ഒരു പുഴയുടെ അക്കരെ വലിയൊരു കാട്ടിൽ ഒരു മാന്ത്രിക മരമുണ്ടായിരുന്നു. കുട്ടികൾ എന്ത് കാര്യം ചോദിച്ചാലും സാധിച്ചു കൊടുക്കുന്ന ഒരു മാന്ത്രിക മരം. കുട്ടികൾ എന്ത് ചോദിച്ചാലും തരുമോ വല്യച്ഛ? കുട്ടികളെ ഭയങ്കര ഇഷ്ടമാണ്. മിഠായി തരുമോ? എന്തും തരും. മോളെ, ആരാ നീ? ഈ കാട്ടിൽ നിനക്കെന്താണ് കാര്യം? അതും തനിച്ച്? ഞാൻ മാന്ത്രികമരം തേടി വന്നതാ. ആട്ടെ, നിനക്ക് എന്ത് വരമാണ് വേണ്ടത്? എനിക്ക് ഒത്തിരി മിഠായി വേണം. മിഠായിയോ? അതിനെന്താ, ദാ പിടിച്ചോ. ഹായ്, മിഠായി. മിഠായി, 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 മിഠായി. എന്തു പറ്റി? എഴുന്നേൽക്കു മോളെ, നേരം വെളുത്തു. വല്യച്ഛ, ഞാൻ മാന്ത്രികമരം സ്വപ്നം കണ്ടു. എനിക്ക് മിഠായും ബലൂണും ഒക്കെ തന്നു.
ഓ, അതാണ് മോള് ഉറക്കത്തിൽ കിടന്ന് ചിരിച്ചത്. മതി മതി, വേഗം എണീക്ക്. പോയി കുളിച്ച് സ്കൂളിൽ പോകാൻ റെഡിയാവ്. നീ ഇന്നും താമസിച്ചോ? ഓ, ഇന്നലെ രാത്രി ഉറങ്ങാൻ പറ്റിയില്ല. അച്ഛൻ കള്ളു കുടിച്ചിട്ട് ഭയങ്കര ബഹളമായിരുന്നു. അച്ഛൻ ഇതുവരെ വന്നില്ലല്ലോ അമ്മേ. വരാതിരിക്കട്ടെ, സ്വസ്ഥതക്കേട്. എന്തുവാടാ ഈ പറയുന്നത്? അകലെ അകലെ നീലാകാശം അലതല്ലും മേഘതീരം അകലെ നീല ഹോ, എന്തൊരു വിധിയാണ് എൻ്റെ ഈശ്വര. ഞാനും എൻ്റെ മക്കളും എന്ത് പാപം ചെയ്തിട്ടാണോ? അകലെ അകലെ എന്നെ നിങ്ങൾ ഇങ്ങനെ കള്ളു കുടിച്ച് നടന്നോ? ഈ വീട്ടിൽ ഒരു തരി ഉപ്പ് പോലുമില്ല. അമ്മേ, വിശക്കുന്നു. അച്ഛനല്ലേ ഇരിക്കുന്നത്, അങ്ങോട്ട് പറഞ്ഞു കൊടുക്ക്. അവൻ്റെ ഒരു വിശപ്പ് തീറ്റി പണ്ടാരം. നിങ്ങൾ ഷാപ്പിലും ഹോട്ടലിലും കഴിച്ചു നടന്നു, ഞങ്ങൾ ഇവിടെ പട്ടിണിയാണ്. നിർത്തടി ഇതിന്റെ തെണ്ണം പറിച്ചത്. നീ വന്ന് കയറി അന്ന് തുടങ്ങിയതാ ഈ തെണ്ണം. ഞാൻ വന്ന് കയറിയ കുഴപ്പമൊന്നുമല്ല, നിങ്ങളുടെ കള്ളുകുടി എല്ലാത്തിനും കാരണം. ഓ, ഒന്ന് നിർത്തുന്നുണ്ടോ അച്ഛാ? നിങ്ങളുടെ ബഹളം കാരണം എനിക്ക് അവിടെ പഠിക്കാൻ പോലും പറ്റുന്നില്ല. പഠിച്ച് കളക്ടർ ആകാൻ പോവല്ലേ നീ? ചന്ദ്രേട്ടൻ്റെ മോളാ, ആ ലെവലിൽ അങ്ങ് പഠിച്ചാ മതി. എന്റെ അച്ഛന്റെ കള്ളുകൂടി നിർത്താൻ എന്താണ് ഒരു മാർഗം? നമുക്ക് മാന്ത്രിക മരത്തിനോട് ചോദിച്ചാലോ? ഏയ്, മാന്ത്രിക മരമോ? എന്റെ വല്യച്ഛൻ പറഞ്ഞു തന്നൊരു കഥയാ. ആ, കുട്ടികൾ എന്ത് ചോദിച്ചാലും തരും. ആണോ? ആ, അതേന്നേ. നമുക്കൊന്ന് പോയി നോക്കിയാലോ? പക്ഷെ ഇതൊരു കഥയല്ലേ, എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഗൗരി, ഗൗരി, ഗൗരി. ചന്ദ്രേട്ട, ഗൗരി ഇതുവരെ വന്നില്ല. അവളും അനുവും അക്കരെ കാട്ടിലേക്ക് വഞ്ചി തൊഴിഞ്ഞു പോകുന്നത് ഒരു കുട്ടി കണ്ടു. പോലീസുകാരും നാട്ടുകാരും തിരക്കിയിട്ട് യാതൊരു വിവരവും കിട്ടിയില്ല. നിങ്ങളുടെ ഒടുക്കത്തെ കുടിയാ എല്ലാത്തിനും കാരണം. സ്വസ്ഥത തേടി പോയതാ എൻ്റെ കുട്ടി. എൻ്റെ മോൾക്ക് എന്താ പറ്റിയോ? എൻ്റെ മോൾ എവിടെ പോയോ? ചന്ദ്രേട്ടാ, ഗൗരി, ഗൗരി. ഗൗരി, ഗൗരി, ഗൗരി.
അച്ഛൻ എന്നെ രക്ഷിക്കണ്ട. അച്ഛന്റെ കള്ളുകൂടിയാ എല്ലാത്തിനും കാരണം. ഇതിലും ഭേദം ചത്താ മതി. വിട്ടേ, എന്നെ വിട്ടേക്ക്. അച്ഛൻ ഇന്നു മുതൽ കുടി നിർത്തി മോളെ. ഇനി മേലിൽ കുടിക്കത്തില്ല. സത്യം. ഇന്നും നിന്റെ മുഖത്ത് നല്ല സന്തോഷമുണ്ടല്ലോ. എന്റെ അച്ഛൻ കള്ളുകൂടി നിർത്തി. അമ്മയോടും ചേട്ടനോടും എന്നോടും സ്നേഹമാണ്. അച്ഛൻ പണി കഴിഞ്ഞ് വരുമ്പോ പലഹാരങ്ങൾ വാങ്ങിക്കൊണ്ട് വരും. എന്റെ ഇളയമ്മയ്ക്ക് എന്നോടിപ്പോൾ ഭയങ്കര സ്നേഹമായി. സ്നേഹത്തോടെ ചോറ് വിളമ്പി തരും, പിന്നെ കഥയും പറഞ്ഞു തരും. കഥയോ? ഇനി എന്ത് കഥയാണാവോ?